ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 10ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റ് ടെൻസ് പഠിച്ചു അല്ലേ? പ്രസൻറ്റ് ടെൻസ് മൊത്തത്തിൽ നമ്മൾ പഠിച്ചു. പ്രസൻറ്റ് ടെൻസിൻ്റെ രൂപങ്ങൾ എന്തൊക്കെ? 4 രൂപങ്ങൾ പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പിന്നെ അതിൻ്റെ റൂൾസ് പഠിച്ചു. പിന്നെ അത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു 35 ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് എക്സാമിന് ചോദിക്കുക. കേരള PSCക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യനാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഇട്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇതിൽ വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാനും വേണമെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷനും നമുക്ക് തരാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രസൻറ്റ് ടെൻസിൽ കേരള PSCക്ക് ചോദിക്കാവുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹി ഡാഷ് ഓൾ ദ ചോക്ലേറ്റ്. നോക്കൂ, ഹി ഡാഷ് ഓൾ ദ ചോക്ലേറ്റ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ടേക്സ്, ടുക്ക്, ഹാസ് ടേക്കൺ. ക്ലിയർ ആണോ? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡെഫിനിറ്റ് ടൈം തന്നിട്ടില്ല അല്ലെങ്കിൽ ഡെഫിനിറ്റ് ടൈം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ അല്ലാത്ത പക്ഷം നമുക്ക് 3 ഓപ്ഷനും കറക്റ്റാണ്. ഹി ടേക്സ് ഓൾ ദ ചോക്ലേറ്റ് എന്ന് എഴുതിയാലും ശരിയാണ്. ഹി ടുക്ക് ഓൾ ദ ചോക്ലേറ്റ് എന്ന് എഴുതിയാലും ശരിയാണ്. ഹി ഹാസ് ടേക്കൺ ഓൾ ദ ചോക്ലേറ്റ് എന്ന് എഴുതിയാലും ശരിയാണ് അർത്ഥം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ നമുക്കിതിനകത്ത് എന്താ പറയുക, ടൈം തന്നിട്ടില്ല. ടൈം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം എന്താ വരിക? ഹി ഡാഷ് ഓൾ ദ ചോക്ലേറ്റ്. ഹി ഹാസ് ടേക്കൺ വരും. ക്ലിയർ ആണോ? ഹി ഹാസ് ടേക്കൺ ഓൾ ദ ചോക്ലേറ്റ്. എന്തുകൊണ്ടാണ്? നമുക്ക് ടൈം തന്നിട്ടില്ല, പിന്നെ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ടൈം തന്നിട്ടില്ല. രണ്ടാണേലും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഐ നോ ഓൾ അബൌട്ട് ദാറ്റ് ഫിലിം ബിക്കോസ് ഐ ഡാഷ് ഇറ്റ് ട്വൈസ്. നോക്കൂ, ഓപ്ഷൻസ് നോക്കൂ. സാ, ഹാവ് സീൻ, ഹാഡ് സീൻ. ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെൻറ്റൻസ് കുറച്ച് ഭാഗം പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അത് മൊത്തം ബാക്കി ഭാഗങ്ങളും പ്രസൻറ്റ് ടെൻസിൽ തന്നെ വരും. ക്ലിയർ ആണോ? ഈ ഒറ്റ റൂൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കുറച്ച് ഭാഗം എന്താ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ബാക്കി ഭാഗങ്ങളും പ്രസൻറ്റ് ടെൻസിലേ വരൂ, മൊത്തം പ്രസൻറ്റ് ടെൻസിലേ വരുള്ളൂ. എന്നാൽ സെയിം ടെൻസ് വരത്തില്ല. സിമ്പിൾ പ്രസൻറ്റ് എന്നാൽ സിമ്പിൾ പ്രസൻറ്റ് തന്നെ വരണമെന്നില്ല. അത് ഡിപ്പെൻസ് ആണ്. അത് ആദ്യം ചെയ്ത കാര്യങ്ങളാണെങ്കിൽ, അതായത് 2 കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം പ്രസൻറ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ കാര്യം സിമ്പിൾ പ്രസൻറ്റിലും വരും. ക്ലിയർ ആണോ? ഇനി ഇവിടെ നോക്കൂ. ഐ നോ ഓൾ അബൌട്ട് ദാറ്റ് ഫിലിം ബിക്കോസ് ഐ ഡാഷ് ഇറ്റ് ട്വൈസ്. ഇവിടെയും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ രീതിയിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ടൈം തന്നിട്ടില്ല അല്ലേ? എപ്പോഴാണ് 2 വട്ടം കണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോഴും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാം. അല്ലാതെ നമ്മൾ എന്ത് പറയാം, ഈ പ്രസൻറ്റ് ടെൻസിൽ തന്നിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് പ്രസൻറ്റ് ടെൻസേ വരുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി നമുക്കത് പ്രസൻറ്റ് പെർഫെക്റ്റ് എഴുതാം. ബാക്കി രണ്ടും പാസ്റ്റ് അല്ലേ? നമുക്ക് പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ പാസ്റ്റ് വരത്തില്ല. ഇപ്പം ഐ ന്യൂ ഓൾ അബൌട്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹാഡ് സീനോ സോയോ വന്നേനെ. ക്ലിയർ അല്ലേ? ഇപ്പം ഐ നോ വന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ പ്രസൻറ്റ് ടെൻസേ വരുള്ളൂ. അപ്പം ഹാവ് സീനേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഐ ഹാവ് സീൻ ഇറ്റ് ട്വൈസ്. ക്ലിയർ ആണോ? ആൻസർ നോക്കിയുള്ളൂ, ഹാവ് സീൻ. ഇനി ഹി ഡാഷ് ഹാഡ് ഹിസ് ലഞ്ച് ജസ്റ്റ് നൗ. നോക്കൂ, ഓപ്ഷൻസ് നോക്കൂ. ഹാസ്, ഹാവ്, ഹാഡ്. ഇവിടെ എന്താ?
ഇവിടെ നമുക്ക് ഉറപ്പായിട്ട് അറിയാമല്ലേ. ജസ്റ്റ് നൗ വരുമ്പം നമ്മൾ കുറേ വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രസൻറ്റ് പെർഫെക്റ്റിനകത്ത് ഉപയോഗിക്കാവുന്ന വേർഡ്സ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ഈ വേർഡ്സ് വന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റേ ഉപയോഗിക്കുള്ളൂ. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സോ ഫാർ, യെറ്റ്, ജസ്റ്റ്, അപ് ടു നൗ, ദിസ് മന്ത്, ദിസ് ഡേ, അല്ലേ, എന്നൊക്കെ നമ്മൾ കുറേ പഠിച്ചു. അപ്പം നമ്മൾ ഈ വാക്കുകൾ വന്നാൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാമെന്ന് നമുക്കറിയാം. അപ്പോൾ ജസ്റ്റ് എന്ന് വാക്ക് വന്നുകൊണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റേ വരുള്ളൂ. സോ നമുക്ക് ഇവിടെ ഹീയുടെ കൂടെ ഹാസ് ആണോ ഹാവ് ആണോ വരിക? ഉറപ്പല്ലേ? എന്താ വരിക? ഹാസ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. ദ റിവർ ഡാഷ് അണ്ടർ ദ ബ്രിഡ്ജ്. ഓപ്ഷൻസ് നോക്കൂ. ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോസ്. ഇതിനകത്ത് നമ്മൾ റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ പ്രസൻറ്റിനകത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ, സിമ്പിൾ പ്രസൻറ്റിനകത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ നമുക്ക് എന്താ വരിക? വെർബിൻ്റെ എസ് ഫോം വരുമെന്ന്, അല്ലെങ്കിൽ ഡസ് ഫോം ഓഫ് ദ വെർബ് വരുമെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ സ്പ്ലിറ്റിംഗ് ഓഫ് വെർബൊക്കെ നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് വേറൊന്നുമില്ല, സിമ്പിൾ പ്രസൻറ്റിനകത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ വെർബിൻ്റെ എസ് ഫോം ഉപയോഗിക്കണം. ഇവിടെ ദ റിവർ കഴിഞ്ഞിട്ട് ഡാഷ് അണ്ടർ ദ ബ്രിഡ്ജ്. അവിടെ എന്ത് വരും? ഫ്ലോ വരുമോ, ഫ്ലോസ് വരുമോ, അതോ ഫ്ലോഡ് വരുമോ? ഫ്ലോഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആയില്ല. ഇവിടെ ടൈം ഒന്നും തന്നിട്ടില്ലല്ലോ, പാസ്റ്റ് ടെൻസിൻ്റെ ടൈം തന്നിട്ടില്ല. സോ നമുക്ക് ഫ്ലോസേ വരുള്ളൂ. FLOWS. ക്ലിയർ ആണല്ലോ? ഫ്ലോസ്. ഇതിനകത്ത് ടൈം തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് വരും എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിനകത്ത് ഓപ്ഷൻസ് ആകത്ത് അതിൻ്റെ ഇല്ലല്ലോ. അത് ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതാവുള്ളൂ. ഇവിടെ എന്തായാലും അത് വരത്തില്ല. എന്ന് പറഞ്ഞാൽ റിവർ ബ്രിഡ്ജിൻ്റെ അടി കൂടെ ഒഴുകുന്നു എന്ന് പറയുന്ന യൂണിവേഴ്സൽ ട്രൂത്ത് പോലൊരു സാധനമാണ്, അല്ലേ? അതുകൊണ്ടും വരത്തില്ല. അല്ലെങ്കിൽ നമുക്കിവിടെ ഓപ്ഷനും ഇല്ല. ഓപ്ഷനും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ഡിസൈഡ് ചെയ്യാൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പം ടൈം തരാത്തതുകൊണ്ട് പാസ്റ്റ് അല്ലെന്ന് നമുക്ക് ഉറപ്പായി. അപ്പം പ്രസൻറ്റിൽ ഏത് വരും? സിമ്പിൾ പ്രസൻറ്റേ വരുള്ളൂ. നമുക്ക് രണ്ടും സിമ്പിൾ പ്രസൻറ്റിൻ്റെ തന്നെയാണ്, പക്ഷേ റിവറിൻ്റെ കൂടെ ഫ്ലോസേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇറ്റ് ഹാസ് ഡാഷ് റെയിനിങ് ഓൾ നൈറ്റ്. റെയിൻഡ്, റെയിൻ, ബീൻ. നോക്കൂ, നമ്മൾ പ്രസൻറ്റ് ഈ സമയത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ റൂൾ എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്, അല്ലെങ്കിൽ അതേഴ്സ്. ക്ലിയർ ആണല്ലോ? ഇപ്പം നോക്കൂ, ഇതിനകത്ത് ഹാസ് കഴിഞ്ഞിട്ട് ഹാസ് ഓർ ഹാവ് പ്ലസ് എന്നിട്ട് ബീൻ വരണം, അല്ലേ? ബീൻ റെയിനിങ്, വെർബ് പ്ലസ് റെയിൻ പ്ലസ് ING റെയിനിങ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് എന്ന് പറയാം. അത് നമുക്ക് ആ ഒറ്റ റൂൾ അറിയാമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആൻസർ എന്താ? ബീൻ. ക്ലിയർ ആണോ? ഇനി ഐ ഡാഷ് ഹി ഹാസ് പാസ്ഡ് ദ എക്സാമിനേഷൻ. ഇവിടെ നോക്കൂ, ഹിയേഴ്സ്, ഹിയർഡ്, ഹിയർ. ഇവിടെ ഹി ഹാസ് പാസ്ഡ് ദ എക്സാമിനേഷൻ ആണ്. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഐ കഴിഞ്ഞിട്ട് നമ്മൾ പ്രസൻറ്റ് തന്നെ ഉപയോഗിക്കണം. ഞാൻ മുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പ്രസൻറ്റ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഹിയർ അല്ലെങ്കിൽ ഹിയേഴ്സേ വരുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പം ഐയുടെ കൂടെ ഹിയർ ആണോ ഹിയേഴ്സ് ആണോ വരിക? ഹിയർ അല്ലേ? ഹിയർ അല്ലേ വരിക? ഹിയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഐ ഹാവ് ബീൻ ഡാഷ് ഹിയർ ഫോർ മന്ത്സ്. ഓപ്ഷൻസ് നോക്കിക്കോളൂ. ലിവ്, ലിവിങ്, ലിവ്ഡ്. ഇവിടെ നോക്കിയുള്ളൂ, ഐ ഹാവ് ബീൻ കഴിഞ്ഞിട്ട് എപ്പോഴും എന്തേ വരുള്ളൂ? വെർബ് പ്ലസ് ING. നമുക്കറിയുന്ന കാര്യമല്ലേ? അപ്പം എന്താ വരിക? ലിവിങ്. ക്ലിയർ ആണല്ലോ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനകത്ത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ആ റൂൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെ നമ്മൾ ആദ്യം തുടക്കത്തിൽ പഠിച്ചപ്പോൾ നമ്മളൊരു വേർഡ് പഠിച്ചു, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ, അല്ലേ? അപ്പോൾ റൈറ്റിംഗ് ആണെങ്കിലും ING വരും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഒന്നുകിൽ സെൻറ്റൻസ് പറഞ്ഞ് നോക്കി പറയാം, അല്ലെങ്കിൽ റൂൾസ് പറഞ്ഞ് നോക്കിയിട്ട് ആൻസർ കണ്ടെത്തുക. ക്ലിയർ ആണല്ലോ? ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. ഹി ഡാഷ് വെയിറ്റിംഗ് ഫോർ യു ഇൻ ദ കോമ്പൗണ്ട്. ഇതിനകത്ത് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഈസ്, ഹാസ് ബീൻ, ഹാസ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് വരാം, അല്ലേ? ഫോർ യു ഇൻ ദ കോമ്പൗണ്ട്. ഹി ഡാഷ് വെയിറ്റിംഗ് ഫോർ യു ഇൻ ദ കോമ്പൗണ്ട്. ഇവിടെ ഈസ് വെയിറ്റിംഗ് ഫോർ യു ഇൻ ദ കോമ്പൗണ്ട് വരുമോ? ഹാസ് ബീൻ വരുമോ? ഹാസ് വരുമോ? ഇവിടെ ടൈം തന്നിട്ടില്ല. കുറച്ച് ലെങ്തി ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാമായിരുന്നു. ഇതെന്താ? ഇത് നമുക്ക് ഇപ്പം അയാൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരർത്ഥത്തിൽ നമുക്ക് ഇവിടെ ഈസ് മതി. ഇപ്പോൾ കുറച്ച് ഫോർ 2 hours അല്ലെങ്കിൽ സിൻസ് മോർണിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും ഹാസ് ബീൻ ഉപയോഗിക്കണമായിരുന്നു.
അല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ യു ഇൻ ദ കോമ്പൗണ്ടിൽ അയാൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇത്രയും മതി. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ വരും? ആൻസർ ഈസേ വരത്തുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഹാസ് ബീൻ എന്തുകൊണ്ടാണ് വരാത്തത്? ഇവിടെ നമുക്ക് ഈ അർത്ഥം കിട്ടുന്നില്ല അല്ലേ? നമുക്ക് ലെങ്തി ആയിട്ട്, അതായത് രാവിലെ മുതൽ വെയിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ 2 മണിക്കൂറായി വെയിറ്റ് ചെയ്യുകയാണെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. ക്ലിയർ അല്ലേ? മുകളിൽ നോക്കൂ, മുകളിൽ 4 months മാസങ്ങളായി ഇവിടെ ജീവിക്കുകയാണ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. കണ്ടോ? മനസ്സിലായില്ലേ? അപ്പം നമുക്കറിയാം ഇത് നമുക്ക് കുറേ നാളായിട്ടുള്ള കാര്യമാണ്, കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ റൂൾ എന്തായിരുന്നു? ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസിന് എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? നമ്മൾ പറയുന്ന സമയത്ത് ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാം. അപ്പോൾ ഇതങ്ങനെയല്ല, നമ്മൾ പറയുന്ന സമയത്ത് അയാൾ വെയിറ്റ് ചെയ്യണം, അപ്പം അതിന് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് മതി. ക്ലിയർ ആണോ? മുകളിലത്തെയും 7-മത്തെയും 8-മത്തെയും ക്വസ്റ്റ്യൻസ് ഒന്ന് ശരിക്കും നോക്കി പഠിച്ചോണം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാറിപ്പോവില്ലേ? ഇങ്ങനെയാണ് മാർക്ക് പോകുന്നത്. ക്ലിയർ ആണോ? ഇനി ഐ ആം ഡാഷ് ടു ഗെറ്റ് എ ഹോളിഡേ സൂൺ. ഇവിടെ എന്താ? ഹോപ്പിംഗ്, ഹോപ്സ്, ഹോപ്പ്. ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എന്തോ വരും? ആം ഓർ ഈസ് ഓർ ആർ കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് ദ വെർബ്. അത്രയും അറിയാമല്ലോ. അത്രയും അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഐ ആം റൈറ്റിംഗ് എ നോവൽ. അപ്പം ഐ ആം കഴിഞ്ഞിട്ട് എന്ത് വരും? റൈറ്റിംഗ്. ഇവിടെ എന്ത് വരും? ING വരും. ഹോപ്പിംഗ്. ക്ലിയർ ആണോ? ഹോപ്പിംഗ് ആൻസറാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വി ഡാഷ് ഹിയർഡ് സ്ട്രാൻസ് നോയ്സ്. ഇവിടെ നോക്കൂ, ഹാസ് ഹിയർഡ് വരുമോ? ഹാവ് ഹിയർഡ് വരുമോ? ആർ ഹിയർഡ് വരുമോ? ഇവിടെ നോക്കൂ, ഇവിടെ വീടെ കൂടെ ആറാണോ വരിക, ഹാസ് ആണോ വരിക, ഹാവ് ആണോ വരിക? ഹാസ് എന്തായാലും വരത്തില്ല എന്ന് നമുക്കറിയാം. പിന്നെ ആറ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ING വരണം. ഇവിടെ ING വന്നിട്ടില്ല. V3 ആണ്. V3 ആകുമ്പോൾ നമുക്ക് എന്ത് വരും? ഹാവേ വരത്തുള്ളൂ. വീടെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരണം. പക്ഷേ ഹാസ് വരത്തില്ല. ഹാസ് സിംഗുലർ ആണെങ്കിൽ വരത്തുള്ളൂ. അപ്പോൾ ഹാവേ വരത്തുള്ളൂ. ക്ലിയർ ആണോ? ഹാവ് ആണ് അതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഫോർച്യൂൺ ഡാഷ് ദ ബ്രേവ്. ഓപ്ഷൻസ് നോക്കൂ. ഫേവേഴ്സ്, ഫേവർഡ്, ഫേവറിങ്. ഫോർച്യൂൺ ഇവിടെ നമുക്ക് അറിയാം ഫേവറിങ് വരത്തില്ല എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ എലിമിനേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആം, ഈസ്, ആർ ഒന്നും ഇല്ല അതിനകത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫേവറിങ് വരത്തില്ല. ഫേവേഴ്സ് അല്ലെങ്കിൽ ഫേവറേ വരത്തുള്ളൂ. അപ്പോൾ ഫോർച്യൂൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ യെസ് ഫോം ഓഫ് ദ വെർബ് എന്താ വരിക? ഫേവേഴ്സ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഐ ഡാഷ് ഹിം ഓൺലി 1 letter അപ് ടു നൗ. ക്ലിയർ ആണോ? ഐ ഡാഷ് ഹിം ഓൺലി 1 letter അപ് ടു നൗ. സെൻഡ്, ഹാവ് സെൻഡ്, സെൻഡ്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് വേർഡ്സ് വന്ന, അതായത് അപ് ടു നൗ, ജസ്റ്റ്, എറ്റ്, സോ ഫാർ, ദിസ് മന്ത് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്താ? ഹാവോ ഹാസ് വരും, പ്ലസ് V3 വരും. ഇവിടെ ആ ഒറ്റ എണ്ണമല്ലേ ഉള്ളൂ, ഹാവ് സെൻഡ്. അപ്പോൾ ഹാവ് സെൻഡല്ലേ ആൻസർ വരുള്ളൂ. ബാക്കി വരത്തില്ലല്ലോ, ഉറപ്പല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻസർ എന്താ? ഹാവ് സെൻഡ് ആണ്. ഇനി ഷീ ഡാഷ് വറീഡ് അബൌട്ട് സംതിങ്. നോക്കൂ, ലുക്സ്, ലുക്കിംഗ്, ഈസ് ലുക്കിംഗ്. ഇത് നമ്മൾ എന്താ വറീഡ് എന്ന് കണ്ടിട്ട് നിങ്ങൾ പാസ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ക്ലിയർ ആണോ? വറീഡ് എന്ന് പറഞ്ഞാൽ ദുഃഖിതയാണെന്ന്, അല്ലേ? ദുഃഖിതയായി എന്നർത്ഥമാണ്. അത് വെർബായിട്ടല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം ഷീ ഡാഷ് വറീഡ് അബൌട്ട് സംതിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസ് ലുക്കിംഗ് വരുമോ, ലുക്സ് വരുമോ, ലുക്കിംഗ് വരുമോ? നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് പഠിച്ചപ്പം കുറച്ച് വേർഡ്സ് അതിൻ്റെ മീനിങ് വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെ നോക്കുമ്പം ലുക്കിംഗ് വരത്തില്ല. അപ്പം ഉറപ്പാണ് ഈ 2 ലുക്കിങ്ങും ഈസ് ലുക്കിങ്ങും കട്ടായിപ്പോവും. ലുക്സ് ആൻസർ വരുമെന്ന് നമുക്കറിയാം. ഷീ ലുക്സ് വറീഡ് അബൌട്ട് സംതിങ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഹീ ഡാഷ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 5 years. ഓപ്ഷൻസ് നോക്കൂ. ഇവിടെ നോക്കൂ, ഫോർ ദ ലാസ്റ്റ് 5 years കണ്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഫോറോ സിൻസോ കണ്ട ഒന്നിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ വേർഡ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പം കണ്ടിന്യൂസിൽ വരാത്ത വേർഡാണെങ്കിൽ നമുക്ക് എന്ത് വരും? പ്രസൻറ്റ് പെർഫെക്റ്റ് വരും. കണ്ടിന്യൂസിൽ വരുന്ന വെർബാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇതിലെന്താ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഏതാ വരിക? ഹാസ് ബീൻ വർക്കിംഗ്. ക്ലിയർ അല്ലേ? ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ദ ലാസ്റ്റ്
5 years. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഐ ഡാഷ് എ സ്ട്രാഞ്ച് നോയ്സ്. ഇപ്പം നോക്കൂ, ഇവിടെ ഹിയർ ഐ ആം ഹിയറിങ്, ഹാവ് ബീൻ ഹിയറിങ്. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പഠിച്ചിട്ടുണ്ട്. ഹിയർ, ലുക്ക്, സീം, അങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് അത് നമ്മൾ അതിൻ്റെ അർത്ഥം വെച്ചിട്ട് കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല. അപ്പം ഇതും ഒരു വേർഡാണ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാത്തത്. അപ്പം നമുക്ക് ഇതിലെന്തായിരിക്കും വരിക? ഐ ഹിയർ അല്ലേ വരുള്ളൂ. ഐ ഹിയർ കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നില്ല, രണ്ട് കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല. അപ്പം സിമ്പിൾ അല്ലേ? ആൻസർ ഹിയർ ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഐ ഡാഷ് ഹിം ഫോർ എ ലോങ് ടൈം. ഐ ഡാഷ് ഹിം ഫോർ എ ലോങ് ടൈം. ഇവിടെ നോക്കൂ, ഫോർ എ ലോങ് ടൈം, സിൻസ് 2021 എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോ മനസ്സിലാക്കണം? ഒന്നുകിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണോ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ എന്ന് ടെൻഷൻ അടിക്കാൻ ഇതില്ല. ആ പ്രസൻറ്റ് പെർഫെക്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസേ തന്നിട്ടുള്ളൂ, പിന്നെ സിമ്പിൾ പ്രസൻറ്റ് ഓപ്ഷനേ തന്നിട്ടുള്ളൂ. സോ നമുക്ക് ഉറപ്പിക്കാം, ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം. ക്ലിയർ ആണോ? ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കി നിങ്ങളൊന്ന് എലിമിനേറ്റ് ചെയ്യാൻ നോക്കണം കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഒന്ന് എലിമിനേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി ഐഡിയ കിട്ടും. അപ്പോഴത്തേനും നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. എന്താ ആൻസർ? ഹാവ് നോൺ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വി ഡാഷ് ഇംഗ്ലീഷ് ഫോർ 5 years. നമ്മൾ സ്റ്റഡി, ആം സ്റ്റഡി, ഹാവ് ബീൻ സ്റ്റഡി. 4-5 years വന്നു കഴിഞ്ഞാൽ പറഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരും, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് വരും. ഇവിടെ കണ്ടിന്യൂസേ വരത്തുള്ളൂ. ഹാവ് ബീൻ സ്റ്റഡിങ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി 18, ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ ഡാഷ് മൈ ഹോംവർക്ക്. ഇവിടെ നോക്കൂ, ഇവിടെയും ഡോണ്ട് ഡിസ്റ്റർബ് മീ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം ഡു ഓർ ഡസ് പ്ലസ് വെർബാണ് അല്ലേ നമ്മൾ പഠിച്ചത്. അപ്പം ഡോണ്ട് വന്ന ഡു അല്ലേ, ഡു നോട്ട് ഡു. അപ്പം സിമ്പിൾ പ്രസൻ്റ് ആണ്. സോ നമുക്കിവിടെ പ്രസൻറ്റ് ടെൻസേ വരുള്ളൂ. അപ്പോൾ ഡിഡ് വരത്തില്ല എന്ന് നമുക്കറിയാം, പിന്നെ ഡു വരത്തില്ല എന്നറിയാം. ഐ ഡാഷ് മൈ ഹോംവർക്ക്. എന്താ? ഐ ആം ഡൂയിങ് എന്നല്ല, ഐ ഡു മൈ ഹോംവർക്ക് എന്ന് നമ്മൾ പറയത്തില്ല. നമ്മൾ ഒരു സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യണം, അതിനെ കണ്ടിന്യൂസിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക്, ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ ഹോംവർക്ക് ചെയ്യുകയാണ്, ആ സമയത്ത് ആ വർക്ക് ചെയ്യുകയാണെന്ന് പറയുമ്പം നമ്മൾ ഐ ആം ഡൂയിങ്. ഇത് നിങ്ങൾ ഓർത്തോണം. ആൻസർ നോക്കിയോളൂ, ഐ ആം ഡൂയിങ് ആണ്. ക്ലിയർ ആണോ? ഇനി അബ്ദുൾ ഡാഷ് ടു ബി എ ഡോക്ടർ. അബ്ദുൾ ഡാഷ് ടു ബി എ ഡോക്ടർ. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻസ് എന്തൊക്കെയാ? വാണ്ട്സ്, വാണ്ടിങ്, ഈസ് വാണ്ടിങ്. ഇതിനകത്ത് എന്തായിരിക്കും ആൻസർ? ഇതിനകത്ത് അബ്ദുൾ ഡാഷ് ടു ബി എ ഡോക്ടർ സിമ്പിൾ പ്രസൻ്റ് അല്ലേ? അല്ലേ? നമുക്ക് ഉറപ്പായിട്ടും അറിയാം വാണ്ടിങ് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വാണ്ട് കണ്ടിന്യൂസിൽ വരത്തില്ല എന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് ഇത് വാണ്ടിങ്ങും ഈസ് വാണ്ടിങ്ങും വരത്തില്ല എന്നറിയാം. അങ്ങനെ തന്നെ നമുക്ക് വോൺസ് ആൻസർ ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ദ സൂപ്പ് ഡാഷ് ഗുഡ്. ഓപ്ഷൻസ് നോക്കൂ. ടേസ്റ്റ്, ടേസ്റ്റ്സ്, ഈസ് ടേസ്റ്റ്. ക്ലിയർ ആണോ? ടേസ്റ്റ്, ടേസ്റ്റ്സ്, ഈസ് ടേസ്റ്റിംഗ്. ഇതിലെന്താ ആൻസർ വരിക? ഇതിനകത്തും ടേസ്റ്റ്സേ വരുള്ളൂ. ദ സൂപ്പ് സിംഗുലർ ആണ്, അതുകൊണ്ട് തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് ടേസ്റ്റ് വരും, ടേസ്റ്റ്സ് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഹീ ഡാഷ് ടി വി മോസ്റ്റ് ഈവനിങ്. ഇതെന്താ? മോസ്റ്റ് ഈവനിങ്, എല്ലാ ദിവസവും ടി വി എന്ത് ചെയ്യുമായിരുന്നു? കാണുമായിരുന്നു. ഇതെവിടെയാണ് വരിക? ഹബിച്വൽ ആക്ഷൻ നമ്മൾ എവിടെയാണ് പഠിച്ചത്? സിമ്പിൾ പ്രസൻറ്റിൽ. സിമ്പിൾ പ്രസൻറ്റിൽ ഹബിച്വൽ ആക്ഷൻസ് പറയാൻ മോസ്റ്റ് ഈവനിങ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട്, ഈവനിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയാം. സിമ്പിൾ പ്രസൻറ്റ് ഏതാ? വാച്ചസ് അല്ലേ? ഈസ് വാച്ചിങ്ങും ഈസ് വാച്ച് വരത്തില്ല, ഈസ് വാച്ചിങ് വരത്തില്ല എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയി. അപ്പം സിമ്പിൾ പ്രസൻറ്റ് എന്താ? വാച്ചസ്. ക്ലിയർ ആണോ? ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ. ഹി ഹാസ് ബീൻ ഡാഷ് ഫ്രം മലേറിയ ഫോർ 2 years. നോക്കൂ, ഇവിടെ ഹാസ് ബീൻ വന്നിട്ടുണ്ട് അല്ലേ? ഹാസ് ബീൻ വന്നതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇത് കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് ദ വെർബേ വരത്തുള്ളൂ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ക്ലിയർ ആണോ? അപ്പോൾ സഫേർഡ്, സഫർ, സഫറിങ് എന്താ വരിക? സഫറിങ്ങേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു നോക്കാമല്ലോ, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ എന്ന് പറഞ്ഞു നോക്കാം. അപ്പം നമുക്ക് കിട്ടില്ലേ? റൈറ്റിംഗ്, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ, ഹി ഹാസ് ബീൻ സഫറിങ് ഫ്രം മലേറിയ ഫോർ 2 years. ക്ലിയർ ആണോ? പിന്നെ 4 years കാണുമ്പോൾ തന്നെ നമുക്കറിയാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങ് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഹാസ് ബീൻ കാണുമ്പോൾ തന്നെ അറിയാം അത് കഴിഞ്ഞാൽ വെർബ് പ്ലസ് ING വരുമെന്ന്. ക്ലിയർ ആണോ? ആൻസർ എന്താ? സഫറിങ്. ഇനി ഐ ഡാഷ് റഹീം അറ്റ് ദ സൂ. ഓപ്ഷൻസ് നോക്കൂ.
ഐ സോ, ഹാവ് സീൻ, ഹാഡ് സീൻ. ഇവിടെ നോക്കൂ, ടൈം തന്നിട്ടില്ല. ടൈം തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? പ്രസൻറ്റ് പെർഫെക്റ്റ്. ഐ ഹാവ് സീൻ ആണ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഐ ഡാഷ് കുമാർ ദിസ് വീക്ക്. നോക്കൂ, ദിസ് വീക്ക്, ദിസ് മന്ത് അങ്ങനെയൊക്കെ തന്നാൽ നമുക്ക് പിന്നെ സോ ഫാർ, യെറ്റ്, അപ് ടു നൗ എന്നൊക്കെ വേർഡുകൾ തന്നാൽ നമ്മളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഹാവൻ സീൻ വരുമോ, ഡിഡിൻ സീ വരുമോ, ഐ ആം നോട്ട് സീയിങ് വരുമോ? ഇപ്പോൾ പെർഫെക്റ്റ് ആകുമ്പോൾ ഹാവ് ഓ ഹാസ് വരും, പ്ലസ് V3 വരും. ഹാവൻറ്റ് സീൻ. ക്ലിയർ ആണോ? ആൻസർ എന്താ? ഹാവൻ സീൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ദിസ് പേപ്പർ ഡാഷ് ട്വൈസ് വീക്ക്ലി. ഇതിവിടെ നോക്കൂ, ട്വൈസ് വീക്ക്ലി, ആഴ്ചയിൽ 2 വട്ടം. അത് ഒരു ഹബിച്വൽ ആക്ഷൻ അല്ലേ? ഹബിച്വൽ ആക്ഷൻ വരുമ്പം നമുക്ക് എന്ത് വരും? ഈസ് അപ്പിയറിംഗ് വരുമോ, അപ്പിയറിംഗ് വരുമോ, അപ്പിയേഴ്സ് വരുമോ? ഹബിച്വൽ ആക്ഷൻ എവിടെയാണ് വരുന്നത്? സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് ഇവിടെ ഏതാ? ING ഫോം അവിടെ വരത്തില്ലല്ലോ. ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വെർബ്. ഇവിടെ ഡസ് ഫോം ഓഫ് ദ വെർബ്. ദിസ് പേപ്പർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആയതുകൊണ്ട്, തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് അപ്പിയേഴ്സ് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അശോക് ഫോൾ ഓഫ് ദ ലാഡർ വെൻ ഹി ഡാഷ് ദ റൂഫ്. നോക്കൂ, ഞാൻ പറഞ്ഞു 2 സെൻറ്റൻസ് വന്നിട്ടുണ്ടല്ലേ? 2 സെൻറ്റൻസ് അല്ല, ക്ലോസ്. അശോക് ഫോൾ ഓഫ് ദ ലാഡർ, ലാഡറിൽ നിന്ന് താഴെ വീണു. വെൻ ഹി ഡാഷ് ദ റൂഫ്. ഫോൾ ഓഫ് എന്ന് പറയുമ്പം പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ? എന്താ V1 എന്താ? ഫോൾ. V2 ഫെൽ, V3 ഫെൽ. അപ്പം V1 അല്ലേ? V1 പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റിലല്ലേ വരും. അപ്പം ഫോൾ സിമ്പിൾ പ്രസന്റിലാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തേ വരാവൂ? പ്രസന്റ് ടെൻസേ വരാവൂ. ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കാര്യം പറയുന്ന സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കണ്ടിന്യൂസ്ലി പറയുമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എന്തിനാ കണ്ടിന്യൂസ് അല്ലേ വരത്തുള്ളൂ? മെൻറ്റഡും വാസ് മെൻറ്റിങ്ങും വരത്തില്ല. നമ്മൾ ആ പ്രസന്റ് ടെൻസ് എന്ന് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് പിന്നെ ഇഷ്യൂ ഇല്ല. ഇവിടെ ബാക്കി 2 വാസ് മെൻറ്റിങ്ങും മെൻറ്റഡും പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഈസ് മെൻറ്റിങ് മാത്രമേ ഉള്ളൂ. അപ്പം ഹീ ഈസ് മെൻറ്റിങ് ദ റൂഫ്. ഇങ്ങനെ ഇത് നോക്കുമ്പം, ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ദ ഹെഡ് മാസ്റ്റർ ഡാഷ് ടു സ്പീക്ക് ടു യു. ദ ഹെഡ് മാസ്റ്റർ ഡാഷ് ടു സ്പീക്ക് ടു യു. ഇവിടെ നോക്കൂ, വാണ്ട്സ്, ഈസ് വാണ്ടിങ്, വാസ് വാണ്ടിങ്. ഇവിടെ വാണ്ടിൻ്റെ കൂടെ ING ഫോം വരത്തില്ല. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പഠിച്ചാണ്. അതിലൊരു വേർഡാണ് വാണ്ടും. അപ്പം ദ ഹെഡ് മാസ്റ്റർ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് വാണ്ട്സേ വരത്തുള്ളൂ. അപ്പോൾ സിമ്പിൾ അല്ലേ? ഉറപ്പായിട്ട് ആൻസർ കിട്ടി. വാണ്ട്സ് ആണ്. വാണ്ട്സ് ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഇനി ഹിയർ ഈസ് യുവർ പാക്കേജസ്. ഐ ഡാഷ് ദം. ഹിയർ ഈസ് യുവർ പാക്കേജസ്. ഇത് പ്രസന്റ് ടെൻസ് അല്ലേ? അപ്പം ഐ ഡാഷ് ദം എന്നുള്ളതും പ്രസന്റ് ടെൻസിൽ തന്നെ വരണം. ഇവിടെ നോക്കൂ, ജസ്റ്റ് ഒന്നൊരു വാക്ക് കിടപ്പുണ്ട് 3 ഓപ്ഷനിൽ. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു വാക്ക് വന്നാൽ അതെന്തായാലും പ്രസന്റ് പെർഫെക്റ്റിൽ വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഹാവ് ജസ്റ്റ് പാക്ഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ് ഡാഷ് സിൻസ് ഏർലി മോർണിംഗ്. നോക്കൂ, ഈ സിൻസ് ഏർലി മോർണിംഗ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അറിയാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസേ വരത്തുള്ളൂ എന്ന്, അല്ലേ? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ഏർലി മോർണിംഗ്. ആൻസർ എന്താ? ഹാസ് ബീൻ റെയിനിങ്. ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഐ ഡാഷ് എ ലോട്ട് ഓഫ് വർക്ക് ടുഡേ. ഇനി നോക്കൂ, ഇവിടെ നോക്കൂ, ഡിഡ്, ഹാവ് ഡൺ, ഹാഡ് ഡൺ. ടുഡേ എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് പറയും? പ്രസൻറ്റ് പെർഫെക്റ്റ്. ഞാൻ പറഞ്ഞു ടുഡേ, ദിസ് മന്ത്, ദിസ് വീക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടുഡേ എന്ന് വരുമ്പോൾ പാസ്റ്റ് വരത്തില്ല. അത് ഉറപ്പല്ലേ? അങ്ങനെ നമുക്ക് മനസ്സിലായാൽ തന്നെ നമുക്ക് ഡിഡും ഹാഡ് ഡണ്ണും എലിമിനേറ്റ് ചെയ്യാം. ഹാവ് ഡൺ ആൻസർ വരുമെന്ന് നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആണോ? അല്ലെങ്കിൽ ടുഡേ, ദിസ് മന്ത്, ദിസ് വീക്ക് ഒക്കെ വന്നാൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാമെന്നറിയാം. അങ്ങനെയാണേലും ആൻസർ പ്രസൻറ്റ് പെർഫെക്റ്റ് കിട്ടും. ക്ലിയർ ആണോ? ഹാവ് ഡൺ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഡാഷ് സംതിങ് ബേണിങ്. നോക്കൂ, സ്മെൽ, ഐ ആം സ്മെല്ലിങ്, ഹാവ് ബീൻ സ്മെല്ലിങ്. ഇവിടെ നോക്കൂ, സ്മെൽ എന്ന വാക്ക് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കത്തില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറേ വേർഡ് നമ്മൾ പഠിച്ചിട്ട് സ്മെല്ലും ഒരു വേർഡാണ്. ഈ വേർഡുകൾ, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ വീഡിയോ പോയി കാണുക. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ആ വേർഡ് മൊത്തം പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണുക. അത് കണ്ടിട്ട് ഇതിനൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഇതിൻ്റെ മീനിങ് വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂസിൽ വരത്തില്ല. അതുകൊണ്ട് നമുക്ക് സ്മെല്ല് കണ്ടിന്യൂസിൽ വരത്തില്ല എന്ന് കണ്ട ഉടനെ നമ്മൾ ഐ സ്മെൽ സംതിങ് ബേണിങ് എന്ന് ആൻസർ പറയാൻ പറ്റും. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തതേ ചോദിക്കൂ, പ്രത്യേകിച്ച് ഡിഗ്രി ലെവലുള്ളവർക്ക്. ഈ എന്താ പറയുക,
+2 ലെവലിൽക്കാർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, ഇതൊന്നും ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും കോമ്പറ്റീഷൻ ടൈറ്റ് ആകണമെങ്കിൽ ചോദിച്ചേക്കാം. ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇനി ലുക്ക് ദ സൺ ഡാഷ് ഓവർ ദ ഹിൽസ്. ഇവിടെ നോക്കൂ, റൈസസ്, ഈസ് റൈസിങ്. നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ട്രൂത്ത് പറയുമ്പം നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റിൽ പറയുമെന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, ലുക്ക്, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച് പറഞ്ഞു ഒരു ഹിൻ്റ് അവർ തരും. കണ്ടിന്യൂസിൽ വരുമെന്നുണ്ടെങ്കിൽ ഒരു ഹിൻ്റ് തരും. ലുക്ക് ദ സൺ ഡാഷ് ഓവർ ദ ഹിൽസ്. ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് ഒരു ആക്ഷൻ നടക്കുവാണെങ്കിൽ അതിന് നമ്മൾ കണ്ടിന്യൂസിൽ പറയുമെന്ന് പറഞ്ഞു. അപ്പം നോക്കൂ, ദ സൺ എന്ത് ചെയ്യുന്നു? റൈസിങ് ഓവർ ദ ഹിൽസ് ആണ് അല്ലേ? അപ്പം ഈസ് റൈസിങ് വരും, കണ്ടിന്യൂസ് വരും. ഇവിടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് പറയുന്ന സമയത്ത് ഒരു ആക്ഷൻ നടക്കുവാണെങ്കിൽ നമുക്കതിനെ കണ്ടിന്യൂസിൽ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈസ് റൈസിങ്ങേ വരത്തുള്ളൂ. ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കൂ ദ സൺ റൈസിങ് ഓവർ ദ ഹിൽസ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയും അല്ലേ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. ഇവിടെ ആൻസർ എന്താ വരിക? ലുക്ക് ദ സൺ ഡാഷ് ഓവർ ദ ഹിൽസ് ഈസ് റൈസിങ്. എന്തുകൊണ്ടാണ്? ഒന്നും കൂടെ ഞാൻ പറയാം, ക്ലിയർ ആക്കിക്കോ. ആ പറയുന്ന സമയത്ത് ആ ആക്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈസ് റൈസിങ് വന്നത്. ക്ലിയർ ആണോ? തെറ്റിക്കരുത് നിങ്ങൾ. ഷീ ഡാഷ് അൺകോൺഷ്യസ് സിൻസ് 4 o'clock. നോക്കൂ, സിൻസ് 4 o'clock വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ കണ്ടുടനെ തന്നെ മനസ്സിലാവണം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇവിടെ എന്താ? സിൻസ് 4 o'clock വരുമ്പം ഷീ ഡാഷ് അൺകോൺഷ്യസ് ഹാസ് ബീൻ ആണ്. ഇവിടെ ബീനെ നമ്മൾ V3 ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഹാസ് ബീൻ അൺകോൺഷ്യസ് സിൻസ് 4 o'clock. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ ഞാൻ പറഞ്ഞു സിൻസോ 4 വന്ന പ്രസൻറ്റ് പെർഫെക്റ്റിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ ആക്ഷൻ നമുക്ക് ഹാസ് ബീൻ തന്നിട്ടുണ്ട്. ഹാസ് ബീൻ എന്ന് പറഞ്ഞാൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്താ? ബീൻ എന്നുള്ളത് V3 ആണ്. അതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബി വാസ് ഓർ വെയർ വരും, അല്ലെങ്കിൽ V3 ബീൻ വരും. ക്ലിയർ ആണോ? ബീൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻസർ എന്താ? ബീൻ ആണ്. ഇത് മനസ്സിലായല്ലോ അല്ലേ? അതായത് ഷീ ഡാഷ് അൺകോൺഷ്യസ് സിൻസ് 4 o'clock. സിൻസ് ഓഫ് 4 വന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഒന്നേ ഉള്ളൂ, ഹാസ് ബീൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ബീൻ ഞാൻ പറഞ്ഞു V3 ആണ്. എന്താ? V1 V2 വാസ് അല്ലെങ്കിൽ വേർ, V3 ബീൻ. ക്ലിയർ ആണല്ലോ? I know all about that film because I dash it twice. സോറി, ഈ ക്വസ്റ്റ്യൻ ഒരു തവണ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഐ ഹാവ് സീൻ അല്ലേ? നമ്മൾ പഠിച്ചത് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ആയിട്ടുണ്ട്, അറിയാതെ വന്നതാണ്. ഇനി ദ ടൗൺ ഡാഷ് ഇറ്റ്സ് അപ്പിയറൻസ് കംപ്ലീറ്റ്ലി സിൻസ് 1980. നോക്കൂ, ദ ടൗൺ ഡാഷ് ഇറ്റ്സ് അപ്പിയറൻസ് കംപ്ലീറ്റ്ലി സിൻസ് 1980 മുതൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഇവിടെ ഈസ് ചേഞ്ചിങ് വരുമോ, ചേഞ്ച്ഡ് വരുമോ, ഹാസ് ചേഞ്ച്ഡ് വരുമോ? സിൻസ് ഓഫ് 4 വന്ന പ്രസൻറ്റ് പെർഫെക്റ്റിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ എന്താ വരിക? ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ ഇവിടെ ആപ്പടെ പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലേ ഉള്ളൂ? ഹാസ് ചേഞ്ച്, ഹാസ് പ്ലസ് V3 ചേഞ്ച്ഡ്. ക്ലിയർ ആണല്ലോ? അപ്പം ദ ടൗൺ ഹാസ് ചേഞ്ച്ഡ് ഇറ്റ്സ് അപ്പിയറൻസ് കംപ്ലീറ്റ്ലി സിൻസ് 1980. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ഇനി ഇത് ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം നിങ്ങൾ ചെയ്തതിൽ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 35 പ്രിസൈസ് 34 ക്വസ്റ്റ്യൻ. 34 ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു 30 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് ടെൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാസ്റ്റ് ടെൻസ് പഠിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ.